ഇതിനകത്ത് ശ്രീ സുനിൽ കുമാർ, ഇത് ഇന്ത്യയുടെ ഒരു വിജയ ദിവസമാണ് എന്ന് പറയുമ്പോൾ ചില ചോദ്യങ്ങൾ അതിനകത്ത് ഉയർത്തു വരും. നമ്മളിപ്പോൾ ഈ പറയുന്ന പഹൽഗാമിൽ 26 പേര് കൊല്ലപ്പെട്ടു. അതിൽ ആ അക്രമകൃത്യം നടപ്പിലാക്കിയ ഭീകരവാദികൾ ആരാണെന്ന് നാം ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അവരിലേക്ക് ഇപ്പോഴും എത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന ക്വസ്റ്റ്യനുണ്ട്. അവരെ ഇനി പാകിസ്ഥാൻ ഏതെങ്കിലും തരത്തിൽ ഹൈഡ് ചെയ്യുകയാണെങ്കിൽ, സംരക്ഷിക്കുകയാണെങ്കിൽ അവരെ വിട്ടുകിട്ടാൻ ആവശ്യമായ നടപടി സ്വീകരിക്കാൻ നമുക്ക് കഴിഞ്ഞില്ല എന്ന പ്രശ്നമുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ചോദ്യങ്ങളായി ഉയർന്നു വരുന്നു. രണ്ടാമത്തേത്, അമേരിക്ക എങ്ങനെ നമ്മുടെ കാര്യത്തിൽ അഭിപ്രായം പറയും എന്ന ക്വസ്റ്റ്യനുണ്ട്. ഇത് ആൻസർ ചെയ്യപ്പെടേണ്ടതാണ് എന്ന് തോന്നുന്നുണ്ടോ താങ്കൾക്ക്? എന്റെ അഭിപ്രായം എന്ന് വെച്ചാൽ, നമ്മൾ ബാലാക്കോട്ട് സ്ട്രൈക്ക് ചെയ്തപ്പോൾ അത് ഒരു വിസിബിലിറ്റി ഇല്ലാത്ത സ്ഥലത്തായിരുന്നു നമ്മൾ അറ്റാക്ക് ചെയ്തത്, ആക്രമിച്ചത്. അത് ജനങ്ങൾക്ക് അതിനെ പറ്റിയുള്ള ഒരു ഇഫക്റ്റ് ആയിട്ടില്ല. പക്ഷെ ഇപ്പോൾ സ്ട്രൈക്ക് ചെയ്തത് 9 തീവ്രവാദി ഹെഡ്ക്വാർട്ടേഴ്സ്, മെയിൻ ഹെഡ്ക്വാർട്ടേഴ്സ് അല്ല, ക്യാമ്പ് മാത്രമല്ല, ഹെഡ്ക്വാർട്ടേഴ്സ്, അവരുടെ ലീഡർഷിപ്പ് ഉള്ള സ്ഥലത്താണ് നമ്മൾ ആക്രമിച്ച് അവരെ നശിപ്പിച്ചത്. അത് അവർ തന്നെ കൺഫേം ചെയ്തു കഴിഞ്ഞു ആരൊക്കെയാണ്, എത്ര ലീഡേഴ്സ് ആണ് മരിച്ചതെന്ന്. അത് പല മീഡിയയിലും വന്നിട്ടുണ്ട്. അബു ജിന്ദൽ മരിച്ചു, ലഷ്കറിന്റെ മുഡാസർ എന്ന് പറഞ്ഞ ഒരു ഹെഡ്ക്വാർട്ടർ ഇൻചാർജ് മരിച്ചു, മൗലാദ മസൂറിന്റെ ബ്രദറിലോ മരിച്ചു. പല പല നേതാക്കൾ ഇതിൽ മരിച്ചതായിട്ട് അവർ തന്നെ കൺഫേം ചെയ്തിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, അവർ ആക്രമിച്ച ഒരു കാര്യവും സഫലമായിട്ടില്ല. വി വർ ഏബിൾ ടു ഡിസ്ട്രോയ് എവറി അറ്റംപ്റ്റ് ഓഫ് ദെയർസ്. പിന്നെ അതിർത്തിയിലുള്ള ഗ്രാമങ്ങൾ ഷെല്ലിങ് വരെ കുറച്ചൊക്കെ നാശം നടത്തിയിട്ടുണ്ട്. അതിന് 10 മടങ്ങായിട്ട് നമ്മളും അടിച്ചിട്ടുണ്ട്. ഞാൻ ഈ സ്ഥലങ്ങളെല്ലാം സെർവ് ചെയ്തതാണ്, ആസ് എ മേജർ, ആസ് എ കേണൽ, ആസ് എ ബ്രിഗേഡിയർ. എല്ലാ സ്ഥലങ്ങളിലും, ലഡാക്ക് മുതൽ പഞ്ചാബ്, രാജസ്ഥാൻ, പിന്നെ ഗുജറാത്ത്, എല്ലാ ബോർഡർ ഏരിയസ് നമ്മൾ ഇരുന്നാണ്. ഈ സീസ് ഫയർ വരുന്നതിന് മുമ്പ്, അതായത് 2013 ഈ സീസ് ഫയർ വന്നത്. അതിനു മുമ്പ് എല്ലാ സ്ഥലത്തും അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെപ്പ് നടന്നുകൊണ്ടിരുന്നത്, ഷെല്ലിംഗ് നടന്നുകൊണ്ടിരുന്നതാണ്. സോ വെൻ ദേ ഫയർ ഇറ്റ് അസ്, വി ഫയർ 10 times. സോ ദാറ്റ്സ് വാട്ട് വി ഡിഡ്. സോ നമുക്ക് പിന്നെ രണ്ടാമത്തെ സ്ട്രൈക്കിൽ പോയപ്പോൾ അവരുടെ മെയിൻ എയർഫീൽഡ്സ്, 6 എയർഫീൽഡ്സ്, മിലിറ്ററി എയർബേസ് തകർത്തു കഴിഞ്ഞു. അതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. അത് നൂർഖാൻ എയർബേസ് വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എയർബേസ് ആണ്. അത് കംപ്ലീറ്റ് തകർത്തു കഴിഞ്ഞു. അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റംസ് കംപ്ലീറ്റ് തകർത്തു കഴിഞ്ഞു. പിന്നെ നമ്മൾ 7th 8th May നൈറ്റിൽ സ്ട്രൈക്ക് അറ്റാക്ക് ചെയ്യാൻ പോയപ്പോൾ അവർക്ക് അതിനെപ്പറ്റി ഒരു ഇൻഫർമേഷൻ ഇല്ലായിരുന്നു. കംപ്ലീറ്റ് സർപ്രൈസ് ആയിരുന്നു. നമ്മൾ അറ്റാക്ക് ചെയ്തു, സക്സസ് കഴിഞ്ഞു, അവർ അറിഞ്ഞത് പോലുമില്ല. അതിനെപ്പറ്റി പല സോഷ്യൽ മീഡിയ വീഡിയോസും കറങ്ങുന്നുണ്ട്. അവരുടെ ആർമിയെ പറ്റിയും ഗവൺമെന്റിനെ പറ്റി നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് പല പല വീഡിയോസും വരുന്നുണ്ട്. സോ ഇഫ് യു ലുക്ക് അറ്റ് ഓൾ ദീസ് തിങ്സ്, എന്നിട്ട് നമ്മുടെ ആർമി, നേവി, സിവിൽ ഇന്റലിജൻസ് നെറ്റ്വർക്ക് എന്നുള്ള ഒരു ഇന്റഗ്രേറ്റഡ് ബാറ്റിൽ പ്രൊസീജിയർ, അത് സക്സസ് ആയിട്ടുണ്ട്. ഈ നമ്മൾ പല പല ന്യൂസ് ചാനലിലും വരുന്നുണ്ട്, ഇസ്രയേലിന് പോലും ഈ 100% പ്രൊട്ടക്ഷൻ സാധിക്കാൻ പറ്റിയിട്ടില്ല. നമുക്ക് 100% എയർ ഡിഫൻസ് പ്രൊട്ടക്ഷൻ ആണ് കഴിഞ്ഞത്. അവരുടെ ഒരു മിസൈലോ ഒരു ഡ്രോണോ, എത്ര ഡ്രോണാണ് അവർ വിട്ടത്? ഒരു മിസൈലും ഒരു ഡ്രോണും അവരുടെ ടാർഗറ്റിന്റെ അടുത്തുപോലും എത്തിയിട്ടില്ല. സോ ഇഫ് യു ലുക്ക് അറ്റ് ഓൾ ദീസ് തിങ്സ്, നമ്മൾ യുദ്ധം ചെയ്യാതെ തന്നെ ഒരു വിജയം നേടി. ദാറ്റ് ഈസ് വാട്ട് ദ പോയിന്റ് ഈസ്. ഒന്ന് യുദ്ധം ചെയ്താൽ ഉദ്ദേശം എന്താണ്? എവറി വാർ ദാറ്റ് വി ഫൈറ്റ് ഹാസ് ഗോട്ട് എ എയിം. സോ അത് ആ എയിം അല്ലെങ്കിൽ ഉദ്ദേശം നമ്മൾ വാർ നടക്കാതെ തന്നെ സാധിച്ചെങ്കിൽ, സോ വാട്ട്സ് ദ പോയിന്റ് ഇൻ ഫൈറ്റിംഗ് എ വാർ? വി അച്ചീവ് ദി എയിം വിത്തൗട്ട് ഫൈറ്റിംഗ് ദ വാർ. സോ ഇറ്റ്സ് എ ബിഗ് സക്സസ്. ഒരു വൻ വിജയമായിട്ട് തന്നെയാണ് ഇന്ത്യക്കും, ഇന്ത്യൻ മിലിറ്ററിക്കും, ഇന്ത്യൻ എല്ലാ ഏജൻസീസിനും. ഇറ്റ് ഇസ് ആൻ ഇന്റഗ്രേറ്റഡ് ഇന്റലിജൻസ് ഏജൻസീസ് പലരുണ്ട്, ഇന്റേണൽ എക്സ്റ്റേണൽ ഇന്റലിജൻസ് ഏജൻസീസ് ഉണ്ട്, സിവിൽ മിലിറ്ററി കോപ്പറേഷൻ ഉണ്ട്. എല്ലാ ഏജൻസീസിനും ഒരു വൻ വിജയമായിട്ട് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, ട്രംപ് ഇടപെട്ടോ ഇല്ലയോ എന്നുള്ളത്, അത് ട്രംപ്, ഹീസ് എ US ലീഡർ, ഹീസ് അവർ ഫ്രണ്ട്. അത് പല പ്രാവശ്യവും ട്രംപ് പറഞ്ഞ ഇന്ത്യ നമ്മുടെ ഒരു അടുത്ത ഫ്രണ്ടാണ്. മോദി ഈസ് മൈ ക്ലോസ് ഫ്രണ്ട്. സോ ഹീസ് എ ഫ്രണ്ട്. സോ ഫ്രണ്ട് എന്ന രീതിയിൽ അവർ ഹി മസ്റ്റ് ഹാവ് ടോക്ക് ടു അസ്. സോ അതൊരു സമ്മർദ്ദമായിട്ട് കാണേണ്ടതായിട്ടില്ല എന്നാണ് എന്റെ അഭിപ്രായം. സോ നമ്മളൊരു ഒരു മെച്യൂർ നേഷൻ ആയിട്ട് നമ്മൾ നിൽക്കുമ്പോൾ, ഒരു വിശ്വ ഗുരുവായിട്ട് വരാനുള്ള ഒരു ആഗ്രഹത്തോടെയും ക്ഷമതയോടെയും നിൽക്കുമ്പോൾ, വി ഹാവ് ടു ലുക്ക് അറ്റ് കംപ്ലീറ്റ് ഇന്റർനാഷണൽ അറേന. നമ്മുടെ ഒരു ചെറിയ ഒരു റീജിയനിൽ മാത്രം നോക്കിയാൽ പോരാ. സോ ലുക്കിംഗ് അറ്റ് ഓൾ ദോസ് ബിഗർ പിക്ചർ, I think this is the best decision that the government has taken. India has achieved, Indian military has achieved whatever we wanted to achieve. That's my point.